ഹലോ, ഹലോ ഫ്രണ്ട്സ്. ഞാനിന്നൊരു ചിക്കൻ സ്പെഷ്യൽ ആണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പം യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ നിർവാണം അത് ഞാൻ ഉണ്ടാക്കി നോക്കി. നല്ല സ്വാദുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. അത് വലിയ പച്ചമുളകാണ് ഞാൻ മുറിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് കുരുമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിൽ ചിക്കൻ ഒരു 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ച് വെച്ച ഈ കൂട്ടുണ്ടല്ലോ, മല്ലിയിലയും കറിവേപ്പിലയൊക്കെ അരച്ച ആ കൂട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഞെരടി ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ അധികം മൊരിയാതെ വറുത്തെടുക്കാം കേട്ടോ. ബേസ് ജോസ് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണത്. അത് ഈയിടെ ഞാൻ ഒരു യൂട്യൂബിലൊരു ലേഡി ചിക്കൻ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അത് ഉണ്ടാക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണത്. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ, ചിക്കൻ നിർവാണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നാലും ഉണ്ടാക്കിയൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ഗ്രേവിയൊന്നുമില്ല, പിന്നെ സവാള ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിച്ച് അധികം ക്രിസ്പി ആവാണ്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് വാങ്ങിയിട്ട് പിന്നെ ഒരു ട്രിപ്പും കൂടിയിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. കണ്ടപ്പോൾ ഒത്തിരി സമയങ്ങൾ വേണമെന്ന് തോന്നിയിട്ടോ, പക്ഷെ അത്ര സമയമൊന്നും വേണ്ട. കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പുരട്ടി എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ മല്ലിയിലയാണെങ്കിലും കറിവേപ്പില പിന്നെ നമുക്ക് ഉണ്ട് വീട്ടിൽ. പിന്നെ എല്ലാ സാധനങ്ങളും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ, പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ചെയ്ത് ഇങ്ങനെ അരച്ച് പുരട്ടി ഇതുപോലെ ഉണ്ടാക്കി എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതും കൂടി വാങ്ങിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ്റെ ഒരു വാസനയൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ചട്ടിയിൽ ഒരു ഇല വെച്ചിട്ട് ഞാൻ ആ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇല വെച്ചിട്ട് ഈ വറുത്ത ചിക്കൻ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിക്ക് തേങ്ങാപ്പാലാണ്, പക്ഷേ ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തിരി ഗ്രേവി വേണമല്ലോ, അതിനനുസരിച്ച് ഞാനൊരു ഇച്ചിരി ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്ന മറ്റേ കുരുമുളകില്ലേ, കുരുമുളക് പൊടി അത് ലേശം തൂവിയതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി തൂവി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം സെറ്റായിട്ട് വരണ്ടേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എനിക്കത് കണ്ടപ്പോൾ ഉണ്ടാക്കണം തോന്നി. അപ്പോൾ അവർ ഉണ്ടാക്കണ കണ്ടപ്പോൾ തന്നെ എനിക്കതൊരു ഇഷ്ടം തോന്നി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ഒന്നാമത്തെ വാഴയിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ വൈറലാവട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല പഞ്ഞ് പോലെ ഇരിക്കണ്ട കേട്ടോ ചിക്കനൊക്കെ. നല്ല അധികം ഇതൊന്നും ആയിട്ടില്ല. നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റും. ചോറിന് ബെസ്റ്റാട്ടോ, ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്, നല്ല ചൂടോടെ കഴിക്കാനായിട്ട്. ചോറ്, ചപ്പാത്തി ഒക്കെ, പൊറോട്ട ഒക്കെ കൂടി കഴിക്കാം. അപ്പോൾ ഒരു പ്രത്യേക റെസിപ്പി കണ്ടപ്പോൾ ഞാനത് ഉണ്ടാക്കി. അതെൻ്റെ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് കുക്കിങ്ങിനോട് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിലേ ലൈക്കും കമൻറ്റും ഫോളോ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു തരണം കേട്ടോ. എന്നാലേ എനിക്കിനി വീഡിയോകൾ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.